ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ദേഹാസ്വസ്ഥതയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ തന്ത്രി കണ്ഠരര് രാജീവരെ ഡിസ്ചാർജ് ചെയ്തു. ഇന്ന് ഉച്ചയോടെയാണ് ഡിസ്ചാർജ് ചെയ്തത്. പരിശോധനാ ഫലങ്ങളെല്ലാം സാധാരണഗതിയിലായതോടെയാണ് ആശുപത്രി വിട്ടത്. തന്ത്രിയെ തിരികെ പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നു. സനിസ, ആരോഗ്യനില തൃപ്തികരമാണോ? അതേ തന്നെ തന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്ന് ഉച്ചയോടെയാണ് മെഡിക്കൽ കോളേജിലെ MICU 1 നിന്നും തന്ത്രിയെ തിരിച്ച് പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുപോയത്. ഇത്തരത്തിൽ പരിശോധനാ ഫലങ്ങളെല്ലാം സാധാരണഗതിയിലായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഡിസ്ചാർജ് നൽകിയത്. കൂടാതെ ഇന്നലെ മുതൽ തന്ത്രിയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആദ്യഘട്ടത്തിൽ ജനറൽ ഹോസ്പിറ്റലിലായിരുന്നു തന്ത്രിയെ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് ECG അടക്കം എടുത്തെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ ഡ്രോപ്പ് ടെസ്റ്റിലാണ് ഹൃദയ സംബന്ധമായി ചില വാരിയേഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അതിനെ തുടർന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കും നിരീക്ഷണത്തിനും വേണ്ടിയായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടി ICUവിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇന്ന് വന്ന പരിശോധനാ ഫലങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പരിശോധനയിലും എല്ലാം നോർമലായ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ജയിലിലേക്ക് തന്നെ മാറ്റിയിരിക്കുന്നത്. അന്വേഷണത്തിൽ SITയുടെ അന്വേഷണത്തിൽ ഈ ഒരു തന്ത്രിയുടെ ആരോഗ്യനില മോശമായത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. എന്നാൽ എന്തുവെച്ചാൽ തന്ത്രിയെ കൂടുതൽ ചോദ്യം ചെയ്യാനും മൊഴി രേഖപ്പെടുത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുമുള്ള ഒരു നീക്കത്തിലായിരുന്നു SIT. പക്ഷെ അതിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തിരിച്ച് ജയിലിലേക്ക് തന്നെ മാറ്റിയതോടെ കസ്റ്റഡി അപേക്ഷ നൽകാനും കസ്റ്റഡിയിൽ എടുക്കാനുമായിരിക്കും SITയുടെ നീക്കം. തന്ത്രിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഇത്തരത്തിൽ ആരോഗ്യനില മുൻനിർത്തി ജാമ്യാപേക്ഷ നൽകാനുമുള്ള ശ്രമം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ തന്ത്രിക്കൊപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധൻ, അതുപോലെ പോച്ചിയെയും ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിരിക്കും SITയുടെ നീക്കം. തന്ത്രിക്കൊപ്പവും അതുപോലെ തന്നെ ഇവരെ ഓരോരുത്തരെയുമായിട്ട് ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയതിനു ശേഷം ചോദ്യം ചെയ്തതിന് ശേഷം അത് ബന്ധിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അത്തരത്തിൽ തെളിവുകൾ ശേഖരിക്കാനും ഒരു ഫൈൻഡിങ്സിൽ എത്താനുമായിരിക്കും SIT ശ്രമിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പോലും തന്ത്രി ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. തന്ത്രിയുടെ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തു നോക്കിയാൽ ഷുഗറും പ്രഷറും ഒക്കെയുള്ള മനുഷ്യനാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ ECG വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഹൃദയ സംബന്ധമായിട്ട് വേരിയേഷൻസ് മുൻപ് ഉണ്ടായിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യ നില കാണിച്ച് ജാമ്യാപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. എന്നാൽ SIT തന്ത്രിയെ ചോദ്യം ചെയ്യാനുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. കൂടാതെ തന്നെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ തന്ത്രിയുടെ വീട്ടിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം സ്വർണം പരിശോധിച്ചിരുന്നു. അതിന്റെ മൂല്യവും അതുപോലെ തന്നെ കാലപ്പഴക്കം അടക്കം പരിശോധിച്ചിരുന്നു. തന്ത്രി ഇത്തരത്തിൽ ദക്ഷിണ വാങ്ങിയ ഉരുപ്പിടികളും പരിശോധിച്ചിരുന്നു. കൂടാതെ തന്നെ തന്ത്രിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയും SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുപ്രധാനമായ ചില തെളിവുകളും അതുപോലെ തന്നെ വിവരങ്ങളും SITക്ക് ലഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഒന്നുകൂടി ഉറപ്പിക്കാൻ കൂടുതൽ തെളിവ് ശേഖരിക്കാൻ വേണ്ടി തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്ന ഒരു ഒറ്റ ലക്ഷ്യമായിരിക്കും SITക്ക് മുൻപ് തന്നെയാണ്.